ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ നമ്മൾ ഓൾറെഡി എംബാങ്കിനെ കുറിച്ച് കുറേയധികം വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് എംബാങ്കിൽ CDM യൂസ് ചെയ്തുകൊണ്ട് പേയ്മെൻറ്റ് ചെയ്യുന്നത്, അതായത് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തു. അപ്പോൾ ആ വീഡിയോ ഇടയിൽ 2-3 പേര് കമൻറ്റ് ചെയ്തൊരു കാര്യമാണ് എങ്ങനെയാണ് എംബാങ്കിൽ അതായത് ചെക്ക് ഉപയോഗിച്ച് എങ്ങനെയാണ് എംബാങ്ക് അക്കൗണ്ടിലോട്ട് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്, അതായത് CDM യൂസ് ചെയ്ത് CDMലൂടെ എങ്ങനെയാണ് ചെക്ക് ഉപയോഗിച്ച് എംബാങ്കിലോട്ട് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് കുറച്ച് പേര് കുറേയധികം ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ചോദിച്ചായിരുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എംബാങ്കിലോട്ട് ഫാബിൻ്റെ CDM യൂസ് ചെയ്ത് എങ്ങനെയാണ് ചെക്ക് ഉപയോഗിച്ച് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചാണ്. അപ്പോൾ നമുക്ക് സമയം വേസ്റ്റ് ചെയ്യാതെ നേരെ വീഡിയോയിലോട്ട്. ഗൈസ്, നമ്മൾ ഈ CDM യൂസ് ചെയ്ത് അക്കൗണ്ടിലോട്ട് ഫണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ അതിനായിട്ട് 2 പ്രോസസ്സാണുള്ളത്. ഒന്നെന്ന് പറയുന്നത് നമ്മുടെ എംബാങ്കിൻ്റെ ആപ്ലിക്കേഷൻ്റെ അകത്ത് തന്നെ ഒരു പ്രോസസ്സുണ്ട്. അതിനുശേഷമാണ് നമ്മൾ CDM യൂസ് ചെയ്ത് പേയ്മെൻറ്റ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. അതായത് നമ്മുടെ എംബാങ്ക് യൂസ് ചെയ്ത് നമ്മൾ ആദ്യമേ ഒരു റെഫറൽ നമ്പർ എടുക്കണം. അപ്പോൾ ഈ ചെക്ക് ഉപയോഗിച്ച് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുന്നതിന് അതിന് വേറൊരു റെഫറൽ നമ്പരും, അതുപോലെ തന്നെ നമ്മൾ അല്ലാതെ നോർമലായിട്ട് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുന്നതിന് ഒരു റെഫറൽ നമ്പരും ഉണ്ട്. നോർമലായിട്ട് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള റെഫറൽ നമ്പർ എങ്ങനെയാണ് എടുക്കുന്നത് എന്നുള്ളത് ഞാൻ ഓൾറെഡി ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ക്യാഷ് എങ്ങനെയാണ് നോർമലി CDMൻ്റെ അകത്ത് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വീഡിയോ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ആ വീഡിയോയുടെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും പിൻ ചെയ്ത് വെക്കാം. ഇനി ഇപ്പോൾ പറയാൻ പോകുന്നത് ചെക്ക് ഉപയോഗിച്ച് എങ്ങനെയാണ് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് എന്നതിനെ പറ്റിയാണ്. അതായത് നമ്മൾ ചെക്ക് ഉപയോഗിച്ച് എംബാങ്ക് അക്കൗണ്ടിലോട്ട് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എംബാങ്കിൻ്റെ നമ്മുടെ ആപ്ലിക്കേഷനിൽ നിന്നും ഒരു റെഫറൽ നമ്പർ എടുക്കണം. അത് എങ്ങനെയാണ് എടുക്കേണ്ടത് എന്ന് ആദ്യം നമുക്ക് കണ്ടിട്ട് വരാം. ഗൈസ്, അതിനായിട്ട് ആദ്യമേ എംബാങ്കിൻ്റെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുക. സർവീസസിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് വ്യൂ ഓൾ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് ഓപ്പൺ ആക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് കാണാം. ഇതിൻ്റെ അകത്ത് ഫാബ് ATM ഡെപ്പോസിറ്റ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻ കാണിക്കും. ഐ അഗ്രി എന്നുള്ള ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇങ്ങനെ ഒരു പേജ് വരും. സ്കിപ്പ് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ചെക്ക് ഡെപ്പോസിറ്റ് ആൻഡ് ക്യാഷ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്ന 2 ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ചെക്ക് ഡെപ്പോസിറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജ് കാണിക്കും. അവിടെ കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞ് കൺഫേം ആൻഡ് കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റെഫറൻസ് നമ്പറുള്ള ഒരു പേജ് ഓപ്പണായി വരുന്നതായിട്ട് കാണാൻ സാധിക്കും. ഈ റെഫറൻസ് നമ്പർ ജസ്റ്റ് ഒന്ന് സേവ് ചെയ്ത് വെക്കുക. അപ്പോൾ ഗൈസ്, എങ്ങനെയാണ് എംബാങ്ക് ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് റെഫറൽ നമ്പർ എടുക്കേണ്ടത് എന്നതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു ക്ലിയർ കട്ട് ഐഡിയ ലഭിച്ചു ഞാൻ വിചാരിക്കുന്നു. ഇനി എങ്ങനെയാണ് ഈ നമ്പരും നമ്മുടെ എമിറേറ്റ്സ് IDയും ചെക്കും ഉപയോഗിച്ച് നമ്മുടെ അക്കൗണ്ടിലോട്ട് ഫണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം. ഗൈസ്, അതിനായി അടുത്തുള്ള ഫാബിൻ്റെ CDMൽ പോവുക. CDMൽ പോയി CDM ഓപ്പൺ ആക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കാണുന്നത്. ഇതിൽ ഡെപ്പോസിറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് ഇംഗ്ലീഷ് സെലക്ട് ചെയ്യുക. ഇംഗ്ലീഷ് സെലക്ട് ചെയ്യുമ്പോൾ എംബാങ്ക് ഡെപ്പോസിറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണും. അത് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ റെഫറൻസ് നമ്പർ ടൈപ്പ് ചെയ്യാനുള്ള ഒരു പേജ് ഓപ്പണായി വരുന്നതായിട്ട് കാണാൻ സാധിക്കും. നമ്മൾ ഓൾറെഡി എംബാങ്ക് ആപ്ലിക്കേഷനിൽ നിന്നും എടുത്തു വെച്ചിരിക്കുന്ന റെഫറൻസ് നമ്പർ ഇവിടെ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യുക. ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ പ്ലീസ് ഇൻസേർട്ട് യുവർ ചെക്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതായത് ഫാബിൻ്റെ CDMൽ തന്നെ നമ്മുടെ ചെക്ക് ഇൻസേർട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടെ നമ്മുടെ ചെക്ക് ജസ്റ്റ് ഒന്ന് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. ഇൻസേർട്ട് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ ചെക്ക് നമ്മുടെ സ്ക്രീനിൽ കാണാനായിട്ട് സാധിക്കും. അതിന് തൊട്ടടിയിൽ തന്നെ കൺഫേം എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. കൺഫേം കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിലോട്ട് ക്യാഷ് ക്രെഡിറ്റ് ആവുന്നതായിരിക്കും. അതുപോലെ തന്നെ CDMൽ നിന്ന് തന്നെ നമുക്ക് ഈ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്തതിനുള്ള ഒരു ബില്ലും ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഗൈസ്, എങ്ങനെയാണ് എംബാങ്ക് അക്കൗണ്ടിലോട്ട് ചെക്ക് ഉപയോഗിച്ച് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു ക്ലിയർ കട്ട് ഐഡിയ ലഭിച്ചു ഞാൻ വിചാരിക്കുന്നു. എങ്ങനെയാണ് റെഫറൽ നമ്പർ എടുക്കേണ്ടത്, എമിറേറ്റ്സ് IDയും അതുപോലെ തന്നെ നമ്മുടെ ഫോൺ നമ്പരും ഈ ചെക്കും ഉപയോഗിച്ച് ക്യാഷ് എങ്ങനെയാണ് ഈസി ആയിട്ട്, അതായത് സിമ്പിളായിട്ട് ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചും നിങ്ങൾക്കൊരു ഐഡിയ ലഭിച്ചു ഞാൻ വിചാരിക്കുന്നു. നമ്മുടെ കയ്യിൽ ഇപ്പോൾ ചെക്കായിട്ടാണ് ഇരിക്കുന്നത്. അത് നമ്മുടെ അക്കൗണ്ടിലോട്ട് ഡെപ്പോസിറ്റ് ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ മെത്തേഡ് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെയധികം ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ്. സിമ്പിളായിട്ട് തന്നെ നമ്മുടെ അക്കൗണ്ടിലോട്ട് ഫണ്ട് പെട്ടെന്ന് തന്നെ ട്രാൻസ്ഫർ ചെയ്ത്, അതായത് ഡെപ്പോസിറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഗൈസ്, ഏതായാലും ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാനായിട്ട് പോവാണ്. ഇന്നത്തെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള പുതിയ UAE അപ്ഡേറ്റ്സും അതുപോലെ തന്നെ UAE റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.